വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ നമ്മൾ നമ്മുടെ സെക്രട്ടറിയുടെ സിലബസ് ഒഫീഷ്യലായിട്ട് വന്നിരിക്കുകയാണ്. അതിനകത്ത് നിന്നും നമ്മൾ വരാൻ പോകുന്ന CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. സിലബസ് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ സിലബസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പഠനം മാറ്റിവെക്കുന്നതിലുപരി ആ തന്നിരിക്കുന്ന ആ സിലബസ് ഓരോ സബ്ജക്ട്സും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം സെപ്പറേറ്റ് വീഡിയോ പോയിട്ടുണ്ടല്ലോ. അപ്പൊ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മാത്സ് എന്താണ് പഠിക്കേണ്ടത്, അതേപോലെ ഇംഗ്ലീഷ് എന്താണ് പഠിക്കേണ്ടത്, GK എന്താണ് പഠിക്കേണ്ടത്, നിങ്ങളുടെ കോഓപ്പറേഷൻ എന്താണ് പഠിക്കേണ്ടതെന്നൊക്കെ ഉള്ള കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചു. അപ്പോ ഈ ഓരോ വിഷയങ്ങൾക്കും ഇപ്പൊ നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, GK വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. സാധാരണ ഉദ്യോഗാർത്ഥികൾ അത് അവസാന ലാപ്പിലേക്ക് വെച്ചുകൊണ്ട്, എന്നാൽ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അയ്യോ ഇത് ഭയങ്കര സിമ്പിൾ ആണല്ലോ, ഇത് പഠിച്ചായിരുന്നെങ്കിൽ നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചേനല്ലോ എന്നൊക്കെ മനസ്സിലാക്കുന്ന ഏറ്റവും അവസാനമാണ്. അപ്പൊ അതിന് നല്ല പ്രാധാന്യം കൊടുക്കണം. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസിന് വ്യക്തമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് ആപ്പിനകത്താണെങ്കിലും ലൈവ് ക്ലാസ്സുകളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യമായ ഒരു ഡയറക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെ ആയിരിക്കും. ഒരു കൃത്യമായ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒറ്റയ്ക്ക് പഠിക്കുന്നതിൽ നിന്നും നല്ല ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കി എടുക്കുവാൻ സാധിക്കും. അതൊരു യാഥാർത്ഥ്യതയാണ്. സാധാരണ ഏതൊരു മത്സര പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന കുറെ അധികം ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. അതേപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പഠിക്കുന്ന കുറെ അധികം ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. ഇവർക്ക് രണ്ടുപേർക്കും റിസൾട്ട് കിട്ടും. പക്ഷേ ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് ഒരു പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടു കൂടി നിന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഓരോ സാധനങ്ങൾ തേടി പോകുമ്പോൾ നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ടോപ്പിക്കിനകത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഒരു മെന്റർ ഉണ്ടെങ്കിൽ ആ മെന്ററിനോട് ചോദിച്ചുകൊണ്ട് അതിന്റെ ഡൗട്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അധ്യാപകനെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡൗട്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 4 ചോദ്യം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ഇത്തരം സംശയങ്ങൾക്കെല്ലാം ഉത്തരം നിങ്ങൾ തേടി പോകുമ്പോഴത്തേക്ക് അതിന് ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഒരുപാട് സമയം എടുക്കാറുണ്ട്. പക്ഷേ നിങ്ങളൊരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിലോ അതിന് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് പെട്ടെന്ന് നമുക്ക് ഔട്ട്പുട്ട് നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നിങ്ങളോട് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് നിന്നുകൊണ്ട് പഠിക്കണം എന്നുള്ളത് പറയുന്നത്. സോ അത്തരത്തിലെ നിങ്ങളുടെ മുമ്പിലേക്ക് വലിയൊരു സാധ്യതയാണ് നമ്മൾ പുതിയൊരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുവാൻ പറയുന്നതിന്റെ കാരണം. അതായത് നിങ്ങൾക്ക് പരീക്ഷ വരുന്നത് ഓഗസ്റ്റ് മാസം 3-ാം തീയതിയാണ്. ജൂൺ നിങ്ങൾക്ക് കയ്യിലുണ്ട്, ജൂലൈയും ഉണ്ട്. ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ എടുക്കുന്ന എഫോർട്ടിന്റെ റിസൾട്ട് ആണ് നമ്മൾ ഓഗസ്റ്റ് മാസം എക്സാം ഹാളിലേക്ക് പോയി എഴുതേണ്ടത്. നമ്മുടെ കൂടെ പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതേ നിലവാരത്തിൽ പഠിച്ചുകൊണ്ടാണ് എക്സാം ഹാളിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കിടയിലെ അയ്യോ എൻ്റെ കൂടെ പരീക്ഷ എഴുതാൻ വരുന്നവരൊക്കെ ഏതോ ഭയങ്കര സംഭവങ്ങളാണെന്നുള്ള വിചാരമൊന്നും വേണ്ട. നമ്മുടെ അതേ നിലവാരത്തില് അതേ രീതിയിൽ പഠിച്ചുകൊണ്ടാണ് വരുന്ന എക്സാം ഹാളിലേക്ക്. അപ്പൊ അതുകൊണ്ട് ആ പരീക്ഷ കഴിയുമ്പോൾ, ഈ ഓഗസ്റ്റ് 3-ാം തീയതി പരീക്ഷ കഴിയുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടി ഇറങ്ങി നമുക്ക് എക്സാം ഹാളിൽ നിന്ന് വരണമെങ്കിൽ തീർത്തും നിങ്ങൾ സിലബസിനോട് നീതി പുലർത്തി സിലബസ് ഭംഗിയായിട്ട് കവർ ചെയ്തുകൊണ്ട് വേണം പോകുവാൻ. അത്തരത്തിലെ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഈ സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും. അതായത് ഈ സിലബസ്, ഈ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന സിലബസ് 60 ദിവസം കൊണ്ട് കൃത്യമായിട്ട് അത് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് റിപ്ലൈ. കാരണം മറ്റൊന്നുമല്ല, ഇതൊക്കെ നമ്മൾ ഒരുപാട് പരീക്ഷകൾ കഴിഞ്ഞു പോയ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് വീണ്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് 60 ദിവസം കൊണ്ട് നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർത്തും സാധിക്കും. നമ്മളൊരു പരന്ന വായനയിലേക്കല്ല പോകുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അത്തരത്തിലെ ഏറ്റവും പുതിയ ബാച്ചാണിത്.
അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഈ 60 ദിവസത്തെ ടൈം ടേബിൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുവാണല്ലോ. അപ്പൊ ഇന്ന് എന്താണ് പഠിക്കേണ്ടത് എന്ന് മെന്റർ നിങ്ങളോട് കൃത്യമായിട്ട് പറയും. ഈ ദിവസത്തെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരുന്നു. അതേപോലെ അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും, PDF നോട്ടുകൾ ഉണ്ടാവും. അങ്ങനെ ദിവസം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ സാധിക്കും. ഇത് നമ്മൾ കണ്ടു, ഒരു വലിയൊരു വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന സിലബസ് ആയതുകൊണ്ട് ലൈവ് ക്ലാസ്സുകൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആഴ്ചയിലെ എല്ലാ ദിവസവും നമ്മൾ ലൈവ് ക്ലാസ്സുകൾ, അതായത് ഡ്യൂറേഷൻ കൂട്ടി ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ റിസൾട്ടാണ് സ്ഥാപനത്തിന് ആവശ്യം. അത് തന്നെയാണ് നമ്മളുടെ ആവശ്യവും, അല്ലേ? നമ്മളുടെ ആവശ്യം എന്തുവാ? നമ്മളൊരു ഡിസംബറിലെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ പേര് ആദ്യത്തെ പേരുകൾ വായിക്കുമ്പോൾ നമ്മുടെ പേരുണ്ടാകണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതുതന്നെയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വിജയം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പരമാവധി വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പരമാവധി ലൈവ് ക്ലാസ്സുകളിൽ കൂടി ഈ എൻറ്റയർ പോർഷൻ ഫുള്ളായിട്ട് കവർ ചെയ്യുക എന്നുള്ള വലിയൊരു മിഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക്. ഈ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഗൂഗിൾ ഫോം താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ തീർത്തും ഒന്നും മടി വിചാരിക്കേണ്ട, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ ഇവിടുന്ന് കറസ്പോണ്ടിങ് പേഴ്സൺ കോൺടാക്ട് ചെയ്തുകൊണ്ട് കൃത്യം ആ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് ആ മെന്റർ പറയുന്നത് പോലെ നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന സിലബസ് ഭംഗിയായിട്ട് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഇനി നമുക്കറിയാം, നമ്മുടെ സിലബസിനകത്ത് മാത്സും അതേപോലെ തന്നെ ഇംഗ്ലീഷും GK മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള 70 മാർക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗമാണ്. ആ 70 മാർക്ക് എന്ന് പറഞ്ഞാൽ അവിടെയാണ് തീർത്തും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വരേണ്ട വലിയൊരു പോർഷൻ. അതായത് 70% മാർക്ക് ഇരിക്കുന്നത് അപ്പുറത്താണ്. സോ അവിടെ ഏതൊക്കെ ഭാഗങ്ങളാണ് കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത്, ഏതൊക്കെ മേഖലകൾക്കാണ് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യുവാനും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ലൈവ് സെഷനിലെ ഒരു മാരത്തോൺ പോലെ നിങ്ങളെ പരിചയപ്പെടുത്തുവാനും നമ്മളൊരു ലൈവ് മാരത്തോൺ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ലൈവ് മാരത്തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അതായത് നമ്മുടെ കോർപ്പറേഷൻ ആണെങ്കിലും ബാങ്കിങ് ആണെങ്കിലും അക്കൗണ്ടൻസി ആണെങ്കിലും കോപ്പറേറ്റീവ് ലോ, ഈ പറയുന്ന 4 ഭാഗങ്ങൾ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. സോ ഇതിന്റെ ഒരു ലൈവ് മാരത്തോൺ, സീരീസ് ലൈവ് മാരത്തോൺ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. സോ ആ ലൈവ് മാരത്തോൺ വരുന്നത് ജൂൺ 11-ാം തീയതിയാണ്. നിങ്ങൾ ആ ഡേറ്റ് മറന്നു പോരുത്. ജൂൺ 11-ാം തീയതി വൈകുന്നേരം 4 മണി മുതൽ നമ്മൾ ഇതിന്റെ ഒരു ലൈവ് മാരത്തോൺ, ഫ്രീ ക്ലാസ് ആണ്, ലൈവ് മാരത്തോൺ ആണ്, എല്ലാവർക്കും ഉപകാരപ്പെടും. നിങ്ങൾ ആ ലൈവ് മാരത്തോണിൽ പങ്കെടുത്തുകൊണ്ട് നോട്ട് തയ്യാറാക്കി മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ നിങ്ങളുടെ സംശയങ്ങൾ അധ്യാപകരോട് നേരിട്ട് ചോദിക്കാം. ഈ സാധ്യതകളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ താഴെ ഒരു ഗൂഗിൾ ഫോം വീണ്ടും നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം. പിന്നെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ ബാക്കിയുള്ള മാരത്തോണുകളിൽ നല്ല വിഭിന്നമായിട്ട് ഈ മാരത്തോണിൽ നിന്നും രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കംപ്ലീറ്റ് നോട്ട് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധ്യതകളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2025 നടക്കാൻ പോകുന്ന ഈ CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷ വിജയത്തിൽ കുറഞ്ഞൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഞങ്ങളും പ്രതീക്ഷിക്കുന്നില്ല. വിജയമാണ് നമ്മുടെ ലക്ഷ്യം. സോ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. 2025 ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ നേടിത്തന്നു എന്ന് ജീവിത ചരിത്രം രേഖപ്പെടുത്തട്ടെ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് കൃത്യമായ ഡയറക്ഷൻ ഈ ലൈവ് മാരത്തോണിൽ കിട്ടും, അതേപോലെ ബാച്ചുകളിൽ നിന്ന് കിട്ടും. വലിയ സന്തോഷം നിങ്ങളെ ഒരിക്കൽ കൂടി കണ്ടതിൽ. അപ്പോൾ അടുത്തൊരു സെഷനിൽ വളരെ പ്രധാനപ്പെട്ട കൂടുതൽ കാര്യങ്ങളുമായിട്ട് വീണ്ടും എത്തും. സ്റ്റേ ട്യൂൺ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ സജഷൻസും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത സെഷനിൽ കാണാം. ബൈ.